ഗായ്സ്, ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അതായത് പുതിയ പ്രൈം മിനിസ്റ്റർ ചുമതലയെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ കുറച്ചധികം ന്യൂസുകൾ വരുന്നുണ്ട്. ന്യൂസുകൾ അഴിച്ചുപണികളും മാറ്റി പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഴയ മിനിസ്റ്റേഴ്സിനെയൊക്കെ സാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, അപ്ഡേറ്റ് ആയിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം ഗൈസ്. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചി ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ എനേബിൾ ചെയ്യാൻ ഷെയർ ചെയ്യാം. സോ ഗൈസ്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇല്ലെങ്കിൽ കുറച്ച്, അതായത് ലാസ്റ്റ് 4 വർഷത്തിനിടയിൽ 5ാമത്തെ പ്രൈം മിനിസ്റ്ററാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയെടുക്കുന്നത് കേട്ടോ. ഈ ചുമതലയെടുത്ത ആന്റി ബർണമിനെങ്കിലും എന്ത് പറയട്ടെ, ഈ ഇവരുടെ ഭരണകാലം മൊത്തം ഭരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രധാനമന്ത്രികൾ, അല്ലെങ്കിൽ മാറി മാറി പോകുന്ന പ്രധാനമന്ത്രികൾ, ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർക്ക് തുടർന്നു പോകാൻ പറ്റാത്തത് ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അനിശ്ചിതാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ എന്താ പറയാ, രാജ്യം അപകടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രധാനമന്ത്രിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം മൊത്തം അടിമുടി മാറിക്കിടക്കുന്നു, പൊളിച്ചെഴുതേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങനെ തുടർന്ന് എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് 5 years ഭരിക്കാൻ പറ്റുമെന്ന് ഒരാൾക്കും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ പല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഭരണാധികാരി ഇല്ലെങ്കിൽ പല ഡിസിഷൻസ് എടുക്കുന്നതിലും പലരും അതിനെ എതിരഭിപ്രായം പറഞ്ഞ് താഴെ ഇറക്കാനായിട്ട് വരുന്നതിലൂടെ തന്നെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അതായത് UK നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മുട്ടുന്യായം പറഞ്ഞതിനെ ആ പുള്ളിനെ പിടിച്ച് താഴത്ത് ഇറക്കാനുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് 4 വർഷം ഇത്രയും പ്രധാനമന്ത്രിമാര് താഴെ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യം ഇപ്പൊ എന്താന്ന് വെച്ചാൽ വലിയ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാമല്ലോ, റിസഷനും പരിപാടികളും അതുപോലെ തന്നെ വാറും ഇവെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭരണാധികാരി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. വിലക്കയറ്റം അങ്ങേയറ്റം, കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ ആന്റി ബർണം, അതൊക്കെ എല്ലാവർക്കും എന്താ പറയാ ഓക്കെ ആവും, ഇല്ലെങ്കിൽ പഴയ രീതിക്ക് കൊണ്ടുവരാൻ പറ്റും, അത് താഴെ കൊണ്ടുവരാൻ പറ്റും, റിസഷനിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും എന്നൊക്കെയാണ് ആന്റി ബർണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് ഇല്ലാതെ കാരണം. കാരണം വെച്ചാൽ ഈ രാജ്യത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആരും സമ്മതിക്കില്ല. ഒരാളുടെ ഫേവറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ്, ഇല്ലെങ്കിൽ ഒരു വശത്ത് നിന്നാൽ മാത്രമാണ് സമ്മതിക്കുള്ളൂ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റും ലെഫ്റ്റും നല്ല രീതിയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഒരു വലിയൊരു അടി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ആന്റി ബർണം 5ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയെടുത്തിരിക്കുന്നു. വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ കുറച്ച് അഴിച്ചുപണികൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ആന്റി ബർണത്തിന്റെ ഫസ്റ്റ് സ്പീച്ചിൽ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലൈൻ എ ന്യൂ പ്ലാൻ ആൻഡ് മെഷർ ടു ഗിവ് പീപ്പിൾ മോർ ബ്രീത്തിങ് റൂം സ്റ്റാർട്ടിങ് ദ ഫോളോയിങ് ഡേ. അതായത് വരുന്ന ദിവസങ്ങളിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ് കുറയ്ക്കുമെന്നുള്ളതാണ് കേട്ടോ. എൻഡിങ് റഫ് സ്ലീപ്പിംഗ്, അതായത് ഡിക്ലെയർ ദാറ്റ് ഹീസ് വെരി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആസ് എ പ്രൈം മിനിസ്റ്റർ വുഡ് ബി ഡയറക്റ്റീവ് ടു എൻഡ് റഫ് സ്ലീപ്പിംഗ് ഇൻ കൺട്രി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ അത് കമ്മിറ്റഡ് ടു ബിൽഡ് മോർ കൗൺസിൽ ഹോംസ് ആൻഡ് ചേഞ്ചിങ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ടു സപ്പോർട്ട് യങ് പീപ്പിൾ ഇൻ ടു വർക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള പുതിയ അതായത് 10-year പ്ലാൻ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് 10-year പ്ലാൻ ഫോർ ദ ബ്രിട്ടീഷ് ബിഫോർ ദ എൻഡ് ഓഫ് ദി ഇയർ. അതായത് ഈ വർഷം അവസാനിക്കുന്ന മുമ്പ് ഒരു 10 വർഷത്തെ പ്ലാൻ. നമ്മുടെ സ്റ്റാമർ ഒരു 10 വർഷത്തെ പ്ലാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാമറെ പിടിച്ച് താഴ്ത്തിറക്കി. ഇനി നിങ്ങളുടെ സീറ്റ് പോവാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുതന്നെ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി സ്റ്റേറ്റ് ദ പൊളിറ്റീഷ്യൻ നീഡ് ടു ബി ബെറ്റർ ആൻഡ് പ്രോമിസ് ടു മേക്ക് കെയർ ഓഫ് ദ പീപ്പിൾ, കോർ വാല്യൂ അറ്റ് ദ ഹാർട്ട് ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പുള്ളി ഫസ്റ്റ് തന്നെ പറഞ്ഞു. അതുപോലെ കീ മൂവ്മെന്റ്, അതുപോലെ ക്യാബിനറ്റ് റീഷഫിൾ നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ റേച്ചൽ റീവ്സിനെയും അതേപോലെ തന്നെ ചാൻസലർ പദവിയും റേച്ചൽ റീവ്സിനെ മാറ്റി, അതുപോലെ വേറെ കുറച്ച് മിനിസ്റ്റേഴ്സിനെ അങ്ങോട്ട് താഴെ ഇറക്കിയിട്ടുണ്ട് റീഷഫിൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത്ര കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ് കുറച്ചതാണ്. ഇമിഗ്രേഷന്റെ കേസ് പുള്ളി സംസാരിച്ചിട്ടില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഒരു ഭൂചലനം അനുഭവപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇമിഗ്രേഷന്റെ കേസിലാണ്. ചിലർക്ക് അത് വിഷമവും. ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ഐലാറിന്റെ കേസിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലർക്ക് വിഷമവും. ഇതിലിപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും പിന്നെയും ചിലർക്ക് വിഷമവും, എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്ക് വിഷമവും എന്നുള്ളതാണ് പച്ചയായ സത്യം. അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി നമ്മുടെ ചുമതല എടുത്തിരിക്കുന്നു. പല കാര്യങ്ങളും പുള്ളി എടുത്ത് പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ചേഞ്ച് ആക്കുമെന്ന് പറയുന്നുണ്ട്. ദ സണ്ണിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കുറെ റീഷഫിൾ, അതായത് ക്യാബിനറ്റ് റീഷഫിളിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ കുറച്ച് പേരെ മാറ്റും. അതിനകത്ത് നമ്മൾ ഹോം സെക്രട്ടറി കേസ് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഹോം സെക്രട്ടറി ആരാകും എന്നുള്ളത്. ഹോം സെക്രട്ടറി സബാന മുഹമ്മദ് കുഡ് ബിക്കം ചാൻസലർ ഓൺ മൺഡേ. അതായത് ഇന്ന് തന്നെ ഏകദേശം കൊണ്ട് കാര്യങ്ങൾ അറിയാം. ദ സൺ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ചാൻസലർ ആവാനാണ് സാധ്യത എന്നുള്ള കേട്ടോ. നല്ല കാര്യം, ഇത് നല്ല കാര്യം എന്ന് വേണേൽ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അവിടെ കയറി നിന്നിട്ട് പുലിവാൽ ഉണ്ടാക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിവേ കൊള്ളാം, നല്ല കാര്യമല്ലേ. അതുപോലെ പിന്നെ എഡ് കൂപ്പർ ഹാസ് ബീൻ ഫൈറ്റിംഗ് ടു കീപ് ഹോൾഡ് ഓഫ് ദ ഫോറിൻ ഓഫീസ്. പുള്ളിക്കാരി എഡ് കൂപ്പറിനെ മുന്നത്തെ നമ്മുടെ ഹോം സെക്രട്ടറിയെ ഫോറിൻ സെക്രട്ടറി ആക്കിയല്ലോ. പുള്ളിക്കാരി വീണ്ടും ഫോറിൻ സെക്രട്ടറിയായിട്ട് തുടരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് ഡാൻ എന്ന് പറഞ്ഞ പുള്ളി വരും. അതുപോലെ തന്നെ പിന്നെ കുറച്ച് അധികം ആൾക്കാർ ഡിഫൻസ് സെക്രട്ടറി അല്ലെങ്കിൽ ഈ ഹോം സെക്രട്ടറി മാത്രം ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. മറ്റേ ഇന്നലെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആഞ്ചലോ റെയ്നാറൊക്കെയാണ് പോസിബിലിറ്റീസ് കാണുന്നത്. ഓക്കെ, ആഞ്ചലോ റെയ്നാർ വീണ്ടും തിരിച്ചു വരും, ക്യാബിനറ്റിലേക്ക് തിരിച്ചു വരും, എല്ലാം ഇന്ന് തന്നെ അറിയാം. എനിവേ സോ ഗൈസ്, പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂസും വിട്ട് കളയത് ചെറുതല്ല ഇത്. കാരണം നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പല കാര്യങ്ങളും. എങ്ങനെ ഇവരുടെ ക്യാബിനറ്റ് മാറാൻ നമ്മളെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് വരാൻ പോകുന്നവർ തലവെച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബാധിക്കുന്ന പണിയൊക്കെ ഇത്രയും വർഷം കൊണ്ട് അനുഭവിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണ്ട. ഞാൻ ന്യൂസുകൾ പറഞ്ഞു തരുന്നത് കഴിഞ്ഞില്ലേ, നമ്മൾ ഒരു ഫർദർ സ്റ്റെപ്പ് ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമല്ലോ ILR കേസിൽ നമ്മൾ ഇത്രയും ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ടാണ് ILR ഇപ്പോൾ ഇവിടെ നിന്നത്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ നിയമമായിട്ട് വരേണ്ട സാധനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സ്മരണ വേണം കേട്ടോ നിങ്ങൾക്ക്. കാരണം വെച്ചാൽ നമ്മൾ ഫൈറ്റ് ചെയ്തത്, നിങ്ങൾ ഒരുപാട് പേര് മെയിൽ അയച്ചത്, ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, ഇന്നത്തെ വരുന്ന ചൂട് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൈം മിനിസ്റ്റർ അങ്ങോട്ട് ചുമതല എടുത്തിരിക്കുന്നു കേട്ടോ. കാണാം.